നമ്മൾ പോകുന്നത് കലോത്സവ വേദിയിലേക്കാണ്. തൃശ്ശൂരിലെ കലോത്സവ വേദിയിൽ അവിടെ ശ്രദ്ധേയമായ ഒരു കാഴ്ച ഉണ്ടാകുന്നുണ്ട്. കലോത്സവത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി വീഡിയോ കോൺഫറൻസിലൂടെ മത്സരത്തിൽ പങ്കെടുക്കുകയാണ് ഒരു വിദ്യാർത്ഥിനി. കാസർഗോഡ് പഠന സ്കൂളിലെ വിദ്യാർത്ഥിനി സിയ ഫാത്തിമയാണ് ഓൺലൈനിലൂടെ പങ്കെടുക്കുന്നത്. ഹൈസ്കൂൾ വിഭാഗം അറബിക് പോസ്റ്റർ രചനാ മത്സരത്തിലാണ് അവർ പങ്കെടുക്കുന്നത്. കാണാൻ വിദ്യാഭ്യാസ മന്ത്രി, റവന്യൂ മന്ത്രി അടക്കമുള്ളവർ അവിടെ എത്തിക്കഴിഞ്ഞു. മാസ്കുലൈറ്റീസ് എന്ന ഗുരുതര രോഗം പിടിപെട്ട് വീട്ടിൽ ക്വാറന്റൈനിൽ കഴിയുകയാണ് സിയ. അതുകൊണ്ടുകൂടിയാണ് സിയ പങ്കെടുക്കുന്നത്. എന്തായാലും ദൃശ്യങ്ങൾ കാണുന്നത് പോലെ അവിടെ സ്ക്രീനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. മന്ത്രിയുടെ ഒക്കെ സാന്നിധ്യം ഉണ്ടാവും. എന്തായാലും ഇതാദ്യമാണ്, ചരിത്രത്തിലാദ്യമാണ് വീഡിയോ കോൺഫറൻസിലൂടെ, വീഡിയോയിലൂടെ ഓൺലൈനായി ഒരു കുട്ടി മത്സരത്തിൽ പങ്കെടുക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകതയുണ്ട്. നവമി ദിനേശ് ചേരുന്നുണ്ട്. നവമി, ഏറെ പ്രത്യേകതകളുണ്ട് ഈ കാഴ്ചയ്ക്ക്. എന്താണ് ഇതിൻ്റെ വിശദാംശങ്ങൾ? മന്ത്രിയുടെ ഒക്കെ സാന്നിധ്യം അവിടെ ഉണ്ടല്ലോ. സജിത്ത്, ഞാനിപ്പോൾ നിൽക്കുന്നത് വേദി 17 മുല്ലപ്പൂവിലാണ്. അവിടെയാണ് ഈ ഒരു അപൂർവ, ചരിത്രത്തിൽ ആദ്യമായിട്ട് തന്നെ കലോത്സവത്തിൽ ഒരു അപൂർവ കാഴ്ചയ്ക്ക് സാക്ഷ്യം വഹിക്കുന്നത്. ചെസ് നമ്പർ 912 എന്നതിൽ ഈ കാസർഗോഡ് പടന്ന VKPK MM RVHSSലെ വിദ്യാർത്ഥിനി സിയ ഫാത്തിമയാണ് ഓൺലൈനിലൂടെ പങ്കെടുക്കുന്നത്. ആ കുട്ടിക്ക് വാസ്കുലൈറ്റിസ് എന്ന ഗുരുതരമായിട്ടുള്ള രോഗം പിടിപെട്ട് ക്വാറന്റൈനിലാണ്. ആ കുട്ടി വിദ്യാഭ്യാസ മന്ത്രിക്ക് അയച്ച ഒരു കത്താണ് ഏറെ നിർണായകമായത്. ആ കത്തിൽ പറയുന്നത് താൻ മരണത്തോട് മല്ലടിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ തനിക്ക് കലോത്സവത്തിൽ പങ്കെടുക്കണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്. പങ്കെടുക്കാൻ കഴിയുമോ എന്നറിയില്ല. മന്ത്രി അതിനു വേണ്ടിയിട്ടുള്ളൊരു സഹായം ചെയ്യണമെന്ന് ആ കുട്ടി അഭ്യർത്ഥിച്ചപ്പോൾ വിദ്യാഭ്യാസ മന്ത്രിയുടെ മനസ്സലിഞ്ഞു. അദ്ദേഹം അത് വിശദമായി ചോദിക്കുകയും അതിനെക്കുറിച്ച് പഠിക്കുകയും ചെയ്തതിനു ശേഷമാണ് ആ കുട്ടി പറയുന്ന കാര്യം ജെനുവിനായി തോന്നുകയും അതിന് എത്രയും വേഗം ആ കുട്ടിക്ക് പങ്കെടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സാഹചര്യം ഒരുക്കണമെന്ന് വിദ്യാഭ്യാസ മന്ത്രിക്ക് തോന്നുകയും ചെയ്തത്. അതിന്റെ ഫലമായി തന്നെയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഇങ്ങനെ ഒരു ചരിത്ര നിമിഷത്തിൽ കൂടി സാക്ഷ്യം വഹിക്കുന്നത്. മിനിസ്റ്ററെ, വലിയൊരു ചരിത്രം തന്നെയാണ്. ആദ്യമായി വീഡിയോ കോൺഫറൻസിലൂടെ ഒരു വിദ്യാർത്ഥി പങ്കെടുക്കുന്നു. ആ കുട്ടിയുടെ അവസ്ഥയും നമ്മൾക്ക് ഏറെ വേദനിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ്. ആ കുട്ടിയുടെ അവസ്ഥയാണ് ഞങ്ങളെ ഇതിനെ പ്രേരിപ്പിച്ചത്. ആ കുട്ടിയുടെ ഒരു മന്ത്രിക്കുള്ള ഒരു റിക്വസ്റ്റ് ഉണ്ട്. ആ റിക്വസ്റ്റ് ഹൃദയഭേദകമാണ്. അവനിതിൽ പങ്കെടുത്തില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് പറയാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ അതിൻ്റെ നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ചു. നമ്മൾ വിദ്യാഭ്യാസ ഡയറക്ടറോട് നിർദ്ദേശം കൊടുത്തു. അവിടുത്തെ കാസർഗോഡ് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ, കളക്ടർ, പിന്നെ ബന്ധപ്പെട്ടവരുടെ എല്ലാം റിപ്പോർട്ട് വാങ്ങിയ ശേഷം അവർ ചില നിർദ്ദേശങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു. 7 നിർദ്ദേശങ്ങൾ. ആ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് മത്സരം നടത്താൻ വേണ്ടിയുള്ള ഉത്തരവ് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. വലിയൊരു 63 യുവജനോത്സവം, ഇത് 24ാമത് ചരിത്ര സംഭവമാണ്. എങ്ങനെ കുട്ടികളെ ചേർത്ത് പിടിക്കുന്നു ഈ ഗവൺമെന്റ് എന്നതിന്റെ തെളിവാണ്. കുട്ടികളുടെ ആഗ്രഹം അത് സാധ്യമാകുന്ന രീതിയിൽ ചെയ്യുക, അല്ലേ? കുട്ടിയുടെ സാഹചര്യം കൂടി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത് കേരളത്തിലെ എല്ലാ ഡിപ്പാർട്ട്മെന്റും കൊടുക്കുന്ന സന്ദേശമാണ്. തീർച്ചയായും വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടറുടെ ഒരു ഇടപെടൽ തന്നെയാണ് ഇങ്ങനെ ഒരു നിമിഷത്തിലേക്ക് എത്തിയത്. അതിനും സാറിന് ഒരുപാട് അഭിനന്ദനം. ആ കുട്ടിയുടെ ഒരു ആഗ്രഹം അത് ഈ രീതിയിൽ സാധിച്ചെടുക്കാൻ കഴിയും. ഇല്ല, അതാണ് നമ്മുടെ സിസ്റ്റം, നമ്മുടെ കേരള സിസ്റ്റം അല്ലേ. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഇങ്ങനെ ഒരു റിക്വസ്റ്റ് വന്നപ്പോൾ തന്നെ അതിൽ പോസിറ്റീവായിട്ട് നെഗറ്റീവായിട്ട് ഒന്നും നോക്കാതെ പോസിറ്റീവായിട്ട് എന്ത് ചെയ്യാൻ പറ്റും മന്ത്രി തന്നെ കിട്ടിയ ഉടനെ എന്നെ വിളിച്ച് വരുത്തി ഇതിൽ എന്ത് ചെയ്യാൻ പറ്റും എന്ന് നോക്കി. പോസ്റ്റർ ആയതുകൊണ്ട് ഓൺലൈനിൽ ചെയ്യാം. സോ ആ ഒരു ആശയം മുന്നിൽ വെച്ചപ്പോൾ അതിലുള്ള ക്രമീകരണങ്ങൾ ഉടനെ 2 മണിക്കൂറിൽ ചെയ്ത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്. ഇത് ആ കുട്ടിക്ക് ഒരു നല്ല ഒരു മോട്ടിവേഷൻ ആവും, ഒരു ആശ്വാസമാവും എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. ഇത് ഈ സിസ്റ്റത്തിന്റെ ഒരു വിജയമാണ്. ജില്ലാതലത്തിലും A ഗ്രേഡ് കിട്ടിയ കുട്ടിയാണ്. അതെ. സോ ജില്ലാതലത്തിൽ വിൻ ചെയ്ത ഒരു കുട്ടിക്ക് ഈ കഴിഞ്ഞ 1 മാസത്തിൽ ഈ അസുഖം കൂടുതൽ ബാധിച്ച് ക്വാറന്റൈനിൽ പോകേണ്ട ഒരു സാഹചര്യം വന്നു. സോ പക്ഷേ ആ ടാലന്റ്, ആ കഴിവും അതേപോലെ ഉള്ള കുട്ടിയല്ലേ, കഴിഞ്ഞ മാസം വിൻ ചെയ്ത കുട്ടി. അതുകൊണ്ട് ആ അവസരം നഷ്ടപ്പെടാതിരിക്കണം എന്ന് ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ നിർദ്ദേശിച്ചു. നമ്മളത് നടത്തി കാണിക്കുന്നുണ്ട്. വെരി ഹാപ്പി.
എന്തായാലും സജിത്ത്, ആ കുട്ടിയുടെ അച്ഛനും അമ്മയ്ക്കും മാത്രമാണ് ഇതിനെ കാണാൻ കഴിയുകയുള്ളൂ. അകത്ത് ഈ മുറിയിൽ കയറി കാണാൻ കഴിയുകയുള്ളൂ. മറ്റാർക്കും തന്നെ പ്രവേശനമില്ല. അതുകൊണ്ട് തന്നെയാണ് കുട്ടിക്ക് ഇങ്ങോട്ടേക്ക് വരാനോ അല്ലെങ്കിൽ മറ്റ് സംവിധാനങ്ങളൊന്നും ഒരുക്കാതെ ഈ കോൺഫറൻസിലൂടെ ആ കുട്ടിയുടെ കഴിവ് അല്ലെങ്കിൽ ആ കുട്ടിയുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് സർക്കാർ ഇങ്ങനെ ഒരു ഉദ്യമത്തിലേക്ക് കടന്നത് ചരിത്രത്തിലാദ്യം മാനവികതയുടെ മഹോത്സവമാണ് കലോത്സവം എന്ന് മലയാളിയെ ബോധ്യപ്പെടുത്താനുള്ളൊരവസരം, നന്മകളുടെ ഉറവിടങ്ങൾ വറ്റിപ്പോയിട്ടില്ലെന്ന് ലോകത്തിനോട് നെഞ്ചുയർത്തി പിടിച്ചു നിന്നുകൊണ്ട് മനുഷ്യന് പറയാൻ പറ്റുന്നൊരവസരം, ചട്ടങ്ങളും നിയമങ്ങളും ചെകുത്താൻ ഓടിക്കുന്ന കുരിശല്ല, അത് മാനവികതയ്ക്ക് മുമ്പിൽ വഴിമാറാൻ കഴിയുന്ന ഒരു ഇനമാണ് എന്ന് ഉത്തരവാദ കലോത്സവത്തിലൂടെ ലോകത്തിനോട് പ്രഖ്യാപിക്കാം. 57ാമത്തെ കലോത്സവം ഏതാണ്ട് 6 പതിറ്റാണ്ട് തികയാൻ പോകുമ്പോൾ ലിഖിതമായ ചരിത്രത്തിൽ ഇതുവരെ രേഖപ്പെടുത്തിയിട്ടില്ലാത്ത, ഇനി കീഴ്വഴക്കമാകാൻ പാടില്ലെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു അനുഭവം. 1 മാസക്കാലം മുമ്പ് നേരിട്ട് പോയ ഒരു കുട്ടി ഇനി ക്വാറന്റൈനിലാണെന്ന് കാണിച്ചൊരു കത്തിന് മുമ്പിൽ നിയമം വാതിൽ കൊട്ടിയടക്കില്ല എന്ന് ഉറപ്പിക്കാൻ കഴിയുന്ന ഒരു അനുഭവം. സന്തോഷം. ഈ കുട്ടിയുടെ ഒരു ചികിത്സയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഉറപ്പായിട്ടും സർക്കാർ ആലോചിക്കും. മുഖ്യമന്ത്രിയുടെ ചികിത്സാ സഹായവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രത്യേകിച്ച് അന്വേഷിക്കും. കളക്ടർക്ക് ആവശ്യമായ നിർദ്ദേശം നൽകും. അങ്ങനെ അതും ഒരു ചരിത്രമായി മാറട്ടെ. ആ കുട്ടിയുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു സഹായം സർക്കാർ ഉടനെ തന്നെ അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പരിശോധിച്ചതിന് ശേഷം അതും നടത്തുമെന്നാണ് ഇപ്പോൾ റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞത്. സജിത്ത്, ഇത് ചരിത്ര നിമിഷമെന്ന് തന്നെ നമുക്ക് പറയാം. ആ കുട്ടിയുടെ ആരോഗ്യസ്ഥിതി അതിന്റെ കത്തിൽ അതിൽ പറയുന്നുണ്ട്. ഇന്നലെ വിദ്യാഭ്യാസ മന്ത്രി അത് വായിച്ച് കേൾപ്പിച്ചതാണ്. ആ കുട്ടി അതിൽ പറയുന്നത് താൻ മരണത്തോട് മല്ലടിക്കുകയാണ്. കാരണം താൻ എപ്പോഴാണ് മരിക്കുക എന്ന് അറിയാൻ കഴിയില്ല. ആ ഒരു അവസ്ഥയിലാണ്, അത്രയും ഗുരുതരമായി മാറിയിരിക്കുകയാണ് അതിന്റെ ഈ രോഗാവസ്ഥ. വീട്ടിൽ നിന്നും മുറിയിൽ നിന്നും പുറത്തിറങ്ങാൻ കഴിയാത്തൊരവസ്ഥയിലാണ്. പക്ഷേ തനിക്ക് അതിയായ ആഗ്രഹമുണ്ട് ഈ മത്സരത്തിൽ പങ്കെടുക്കണമെന്ന്. പക്ഷെ അത് നടക്കണില്ല. അത് എന്ത് ചെയ്യണമെന്നറിയില്ല. അതിന് ഏതെങ്കിലും വിധത്തിലുള്ളൊരു സഹായം തരണമെന്നായിരുന്നു മന്ത്രിയോട് ആവശ്യപ്പെട്ടത്. ആ അഭ്യർത്ഥന കേട്ട മന്ത്രി അത് സാധിച്ചു കൊടുക്കുകയും ഇപ്പോൾ വീഡിയോ കോൺഫറൻസിങ്ങിലൂടെ ആ കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള സഹായം ചെയ്തിരിക്കുകയാണ്. ഇവിടെ മറ്റു കുട്ടികളെല്ലാവരും തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. ജില്ലയിലെ പലയിടങ്ങളിൽ നിന്ന് എത്തിയവരുണ്ട്. അവരതായി വരയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. അതിനിടയിൽ തന്നെയാണ് സിയ ഫാത്തിമയ്ക്കും സംസ്ഥാന സർക്കാർ ഇത്രയും വലിയ ഒരു അവസരം ഒരുക്കി നൽകിയത്. ഡിസംബറിൽ നടന്ന ജില്ലാ കലോത്സവത്തിൽ ആ കുട്ടിക്ക് എ ഗ്രേഡ് ലഭിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് അതിന് അത്രയേറെ ആഗ്രഹം. വീണ്ടും വരണം, സംസ്ഥാനത്ത് വരണം, മത്സരിക്കണം എന്നുള്ളൊരു ആഗ്രഹം കൂടി വന്നിരിക്കുന്നത്. എന്തായാലും വലിയൊരു ചരിത്ര നിമിഷം എന്ന് തന്നെ നമുക്ക് ഇതിനെ പറയാൻ പറ്റും. ജഡ്ജസ് എല്ലാം തന്നെ ഇവിടെ തയ്യാറായി കഴിഞ്ഞു. അവർ ഇത് കാണുന്നുണ്ട്. CAനെയും ഈ ഓൺലൈനിലൂടെ ഇവിടെ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. അതിൽ കൂടി കണ്ട് ആ കുട്ടിയെയും കുട്ടിയുടെ മത്സരത്തെയും വിലയിരുത്തും. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പും സജ്ജമായിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ അറബിക് പോസ്റ്റർ ഡിസൈനിങ് ആരംഭിക്കും. അത് ഒരു ചരിത്രം എന്ന് തന്നെ പറയാം. നമ്മുടെ 912 അതാണ് ആ കുട്ടിയുടെ നമ്പർ. അതിവിടെ റെഡി ആയിട്ടുണ്ട്. കുട്ടി പേപ്പറുമായിട്ട് തയ്യാറായിട്ടുണ്ട്. പക്ഷെ അതിന്റെ മുഖമോ മറ്റ് കാര്യങ്ങളോ ഒന്നും നമുക്ക് കൊടുക്കാൻ കഴിയില്ല. കാരണം അതിന്റെ ഒരു ആ കുട്ടി, അതിന്റെ കുടുംബം അത് അഭ്യർത്ഥിച്ചിട്ടുണ്ട് കുട്ടീനെ പുറത്തേക്ക് കാണിക്കരുതെന്ന്. അതുകൊണ്ടാണ് നമ്മൾ എന്തായാലും ആ കുട്ടി വരയ്ക്കുന്ന ചിത്രവും നമുക്കിവിടെ കാണാൻ സാധിക്കും. അങ്ങനെ വലിയ ഒരു സന്തോഷത്തിന്റെ നിമിഷം കൂടിയാണ്. മറ്റ് ഇതുവരേക്കും കലോത്സവത്തിൽ ആർക്കും ലഭിക്കാത്തൊരവസരം. ആ കുട്ടിയുടെ അഭ്യർത്ഥന അത്രമാത്രമായിരുന്നു. ആ കത്ത് തന്നെയാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ കരളലിയിപ്പിച്ചതും. പൊതുവിദ്യാഭ്യാസ വകുപ്പിന് ഇതൊരു സത്യസന്ധമായ അവസ്ഥയാണ്, അല്ലെങ്കിൽ ആ കുട്ടിയുടെ നില അത്രയും ഗുരുതരമാണ് എന്നറിഞ്ഞതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു അവസരം നൽകിയതും. അതാണ് ഇപ്പോൾ ഇവിടെ സാക്ഷാത്കാരമാകുന്നത്. സിയ ഫാത്തിമയെ സംബന്ധിച്ച് വലിയ സന്തോഷത്തിന്റെ നിമിഷം കൂടിയാണ് സജിത്ത്. അതിനപ്പുറത്തേക്ക് ഈ വാർത്ത കേൾക്കുന്ന നമ്മൾക്ക് ഓരോരുത്തർക്കും വലിയ സന്തോഷം നൽകുന്നത് കൂടിയാണ് സിയ ഫാത്തിമയുടെ ഈ കഥയും അതിനുവേണ്ടി സംസ്ഥാന സർക്കാർ ഒരുക്കി നൽകിയിരിക്കുന്ന ഈ വേദിയും. തീർച്ചയായും നവമി, ഇത് അസാധാരണ നിമിഷമാണ് എന്ന് മാത്രമല്ല, മാതൃകകൾ ഇല്ല, മുമ്പും ഇല്ല എന്ന് മാത്രമല്ല, നേരത്തെ മന്ത്രി സൂചിപ്പിച്ചതുപോലെ മാനവികതയുടെ ഉത്സവമാണ് കലോത്സവം. അതിൻ്റെ ഏറ്റവും വലിയ തെളിവ് കൂടിയാണ് ആ വേദിയിൽ നമുക്ക് കാണാനാവുന്നത്. നവമി, ഇത് സർക്കാർ എന്തായാലും വേഗത്തിൽ നടപടിക്രമങ്ങളൊന്നും തടസ്സമാവാതെ മുന്നോട്ട് പോകുന്നു. അതിന് പെട്ടെന്ന് വേഗത്തിൽ തീരുമാനങ്ങൾ എടുത്തു എന്നതാണ്. അങ്ങനെയെങ്കിൽ ഈ കലോത്സവത്തിൻ്റെ ഭാഗമായി ഈ പോസ്റ്റർ രചന നടക്കുന്ന അതേ വേദിയിൽ തന്നെയാണോ ഈ സംവിധാനങ്ങൾ അവിടെ ഒരുക്കിയിരിക്കുന്നത്? ആ തരത്തിലാണോ അതിൻ്റെ ക്രമീകരണങ്ങൾ അവിടെ സജ്ജമാക്കിയിരിക്കുന്നത്?
അതെ അതെ, ഇവിടെ തന്നെയാണ്. ഈ വേദി 17 മുല്ലപ്പൂവിലാണ്. ഇവിടെ ജഡ്ജസുമാരുണ്ട്. ഇവിടെ നമ്മുടെ കുട്ടികൾ ഇവിടെ എത്തിയിട്ടുണ്ട്. വിവിധ ജില്ലകളിൽ നിന്നുള്ള കുട്ടികൾ ഇവിടെ മത്സരത്തിനായി തയ്യാറെടുത്തിട്ടുണ്ട്. അതേ വേദിയിൽ തന്നെയാണ് വീഡിയോ കോൺഫറൻസിംഗിലൂടെ സിയ ഫാത്തിമയും പോസ്റ്റർ രചന മത്സരത്തിൽ പങ്കെടുക്കുന്നത്. ജഡ്ജിന്റെ മുന്നിൽ തന്നെയുണ്ട് ഈ ഒരു TV. അതിൽ തന്നെ നിന്ന് കുട്ടിയുടെ ചിത്ര രചനയും ജഡ്ജിന് അത് കാണാൻ സാധിക്കും. സിയ ഫാത്തിമ കാസർഗോഡ് പടന്ന സ്കൂളിലെ വിദ്യാർത്ഥിയാണ്. ജില്ലാ കലോത്സവത്തിൽ കുട്ടിക്ക് A ഗ്രേഡ് ലഭിക്കുകയും ചെയ്തിരുന്നു. വളരെ മനോഹരമായിട്ടായിരുന്നു ആ കുട്ടി അന്ന് ചിത്രം വരച്ചതെന്ന് ജഡ്ജിമാർക്ക് മനസ്സിലാകുകയും ചെയ്തിട്ടുണ്ട്. അതും കാണിക്കുകയുണ്ടായി. ഹൈസ്കൂൾ വിഭാഗം അറബിക് പോസ്റ്റർ രചന മത്സരമാണ് ഇവിടെ നടക്കുന്നത്. അതിൽ തന്നെയാണ് ഈ വീഡിയോ കോൺഫറൻസിംഗിലൂടെ സിയ ഫാത്തിമയ്ക്ക് ഈ ഒരു അവസരം ലഭിച്ചിരിക്കുന്നത്. സിയ ഫാത്തിമയുടെ അസുഖം ഈ വാസ്കുലൈറ്റിസ് എന്നൊരു രോഗമാണ് സിയ ഫാത്തിമയെ പിടിപെട്ടിരിക്കുന്നത്. ഇതിന്റെ ഇഞ്ചക്ഷനും നൽകിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഉയർന്ന അളവിലുള്ള ഇഞ്ചക്ഷനാണ് നൽകുന്നത്. അതുകൊണ്ട് തന്നെ മറ്റാരും ഈ മറ്റുള്ളവരിൽ നിന്നും രോഗം പടരാതിരിക്കാനും അല്ലെങ്കിൽ അത്രയേറെ സുരക്ഷ ആവശ്യമുള്ള ഒരു ചികിത്സ ഒരു രീതിയിലേക്ക് തന്നെ അല്ലെങ്കിൽ ഒരു രോഗം തന്നെയാണ് ഈ കുട്ടിയെ പിടിപെട്ടിരിക്കുന്നത്. അതുകൊണ്ട് ആർക്കും തന്നെ പുറത്തു നിന്ന് ആർക്കും തന്നെ കുട്ടിയെ കാണുവാനോ അല്ലെങ്കിൽ കുട്ടിക്ക് പുറത്തേക്ക് ഇറങ്ങുവാനോ അനുമതി ഡോക്ടർമാർ നൽകിയിട്ടുമില്ല. അച്ഛനും അമ്മയും മാതാവും പിതാവും മാത്രമാണ് ഈ കുട്ടിയെ കാണാൻ സാധിക്കുക. അവർക്ക് മാത്രമേ ഈ കുട്ടിയുമായി സംസാരിക്കാനും അല്ലെങ്കിൽ ഇടപഴകുവാനും ഒക്കെ ഉള്ളൊരു അവസരമുള്ളൂ. കാരണം അത്രയേറെ സുരക്ഷ അല്ലെങ്കിൽ അത്രയേറെ സുരക്ഷ വേണ്ട ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഈ കുട്ടി കടന്നു പോകുന്നത്. മറ്റ് അണുബാധ ഉണ്ടാകാനുള്ള ഒരു സാഹചര്യം ഉള്ളതിനാൽ അത് ഒഴിവാക്കുന്നതിന് വേണ്ടി കുട്ടിയുടെ ജീവനാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുകൊണ്ടാണ് ഇത്രയും ദൂരം യാത്ര ചെയ്ത് ഇങ്ങോട്ടേക്ക് സിഐക്ക് വരാൻ സാധിക്കാത്തത്. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് സർക്കാർ ഇത്തരത്തിലുള്ളൊരു മുൻകൈ എടുത്തതും ഇത്തരത്തിലുള്ളൊരു ഉദ്യമത്തിന് ചരിത്ര നിമിഷം, അസാധാരണ നിമിഷം എന്ന് തന്നെ നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും. അങ്ങനെ ഒരു നിമിഷത്തിലേക്ക് സർക്കാർ എത്തിയതും അങ്ങനെ തന്നെയാണ്. ഇതുവരേക്കും ആരും തന്നെ ഇങ്ങനെ വീഡിയോ കോൺഫറൻസിംഗിലൂടെ ഒന്നും ഇങ്ങനെ ഒരു മത്സരത്തിൽ പങ്കെടുത്തിട്ടില്ല. ഇത് അത്രയ്ക്കും ജെന്യുവിൻ ആയിട്ടുള്ള അല്ലെങ്കിൽ സത്യസന്ധമായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് അല്ലെങ്കിൽ ഈ കുട്ടിയുടെ അവസ്ഥ അത്രയും വിഷമകരമാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് സർക്കാർ ഇത്തരത്തിലുള്ള ഒരു ഇനിഷ്യേറ്റീവ് സർക്കാരായിട്ട് എടുത്തത്. ഈ കുട്ടിയുടെ വലത് കൈയിലെ രക്തയോട്ടം തടസ്സപ്പെട്ടതിനാൽ അസഹനീയമായ വേദനയാണ് ഈ കുട്ടി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു രോഗത്തിന്റെ ഭാഗമായി ആ കുട്ടിയുടെ ശരീരത്തിലുടനീളം പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നുണ്ട്. വലത് കൈവിരലിലെ രക്തയോട്ടം തടസ്സപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഒരു വേദന ആ കുട്ടിക്ക് നൽകുന്നുണ്ട്. ഈ കർശനമായിട്ടുള്ള ഒരു ഐസൊലേഷൻ തന്നെയാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത്. അത് യാത്ര ചെയ്തു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ ജീവന് തന്നെ ഭീഷണിയാകും എന്നാണ് ഇപ്പോൾ ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് കൂടി തന്നെയാണ് കുട്ടിക്ക് ഇങ്ങനെ ഒരു കാര്യം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അവസരം സർക്കാർ നൽകിയത്. ആ കുട്ടിയുടെ കത്തിൽ ഇങ്ങനെ തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയാണ്: ഞാനൊരു ദയനീയ അവസ്ഥയിലാണ് ഉള്ളത് സാർ. ഞാൻ അറബിക് പോസ്റ്റർ പ്രോഗ്രാമിൽ സ്റ്റേറ്റ് ലെവലിൽ എത്തിയിട്ടുണ്ട്. പക്ഷേ ഈ അവസ്ഥയിൽ പോകാൻ പറ്റാത്ത അവസ്ഥയിലാണ്. ഞാൻ ക്വാറന്റൈനിലാണ്. എനിക്ക് വാസ്കുലൈറ്റിസ് എന്ന രോഗം പിടിപെട്ടിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട കാര്യമാണ്. എൻ്റെ അവസ്ഥ സാറിനോട് തുറന്നു പറയാം. എൻ്റെ ശരീരം കാർന്ന് തിന്നുകൊണ്ടിരിക്കുന്നു. ഇതിന് ശമനം മരണമായാൽ എന്നുവരെ ഞാൻ ഇതിന് ശമനം മരണമായാൽ എന്നുവരെ എന്ന് ഞാൻ ഉമ്മയോട് പറയും. എന്നാൽ പ്രോഗ്രാമിന് പങ്കെടുക്കാനാണ് ആഗ്രഹം. എന്തെങ്കിലും പരിഹാരം സാറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്ന ഈ കുട്ടിയുടെ ഈ ഒരു കത്താണ് സർക്കാരിനെ അല്ലെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ മനസ്സലിയിപ്പിച്ചത്. ഉടനെ തന്നെ ഇന്നലെയാണ് മന്ത്രിക്ക് ഈ കത്ത്